ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ച് ഒരു ചെറിയ, അതായത് ഒരു മിനിയേച്ചർ അക്വേറിയമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് മോന് സ്കൂളിൽ കിട്ടിയ പ്രോജക്റ്റാണ്. അത് അവനും ഞാനും കൂടെയാണ് ചെയ്യുന്നത്. അവന് പറ്റാത്തതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാക്സിമം മോൻ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകൾ ഭാഗം മുഴുവനായിട്ടും കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഒരു സെൻറ്റിമീറ്ററിന് അത്രയ്ക്ക് നമ്മൾ ബാലൻസ് നിർത്തിയിട്ട് ബാക്കി മുഴുവനും നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തപ്പം കിട്ടിയ മുകളിലത്തെ പോർഷൻ ഞാൻ ഇതിനകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ നേർ പകുതിയായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ ഒരു വശം മടക്കിയതിൻ്റെ ഒരു വശം ഒരു സ്കൈ ബ്ലൂ കളറ് ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് മോന്. ബാക്കി പോർഷൻ ഒരു ബ്രൗൺ കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു പേപ്പറിൻ്റെ പകുതി ബ്ലൂ കളറും പകുതി ബ്രൗൺ കളറും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നടുക്കായിട്ട് 2 സെപ്പറേറ്റ് ആകുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിലത്തെ 3 വശം ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടോട്ട് നമുക്ക് ഈ സ്കൈ ബ്ലൂ പെയിൻ്റ് അടിച്ചെടുത്തേക്കുന്ന ഈ പേപ്പർ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. 3 വശത്തായിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഈ എക്സസ് നിൽക്കുന്ന പേപ്പറിനെയൊക്കെ നമ്മുടെ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ പുറകുവശത്തിലായിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അക്വേറിയത്തിൻ്റെ ഉൾവശം ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി പുറവശത്ത് നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്തെടുത്തേക്കുന്ന ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റൂടെ ഈ പുറവശത്ത് മുഴുവനായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഇതുപോലത്തെ പ്രൊജക്റ്റൊക്കെ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുമ്പോൾ പേരൻസ് തന്നെ എല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാതെ കുട്ടികളെ കൊണ്ട് കൂടെ ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു സന്തോഷവും പിന്നെ ഇതുപോലെ ഓരോന്ന് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഇൻട്രസ്റ്റും ക്രിയേറ്റിവിറ്റിയും ഒക്കെ അവർക്കും വളരത്തുള്ളൂ. എനിക്ക് മാക്സിമം മോൻ തന്നെയാണ് ചെയ്യുന്നത്. അവനെ കൊണ്ട് പറ്റാത്തത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കട്ട് ചെയ്യുന്നത്, പെയിൻറ്റ് ചെയ്യുന്നത് മാക്സിമം അവൻ ചെയ്യും. പിന്നെ അവനെ കൊണ്ട് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പഴയ കുറച്ച് ബുക്കൊക്കെ അരിച്ച് പിറക്കി അതിൽ നിന്ന് കുറച്ച് ഫിഷിൻ്റെ പടം കണ്ടുപിടിച്ച് കട്ട് ചെയ്ത് അതുകൂടെ മോൻ ഇതിൽ ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ അക്വേറിയത്തിൻ്റെ ബോട്ടം പോർഷൻ കുറച്ച് ഡാർക്ക് ഗ്രീൻ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. വീട്ടിലിരുന്ന ഒരു പ്ലാസ്റ്റിക് വേസാണ്. ഇതിൽ നിന്ന് ഞാൻ ഒരു സ്റ്റെമ്മ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അക്വേറിയത്തിൻ്റെ ഒരു എൻഡിലായിട്ടൊന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒട്ടിക്കേണ്ടത് കൊണ്ടാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് ഫിഷിൻ്റെ പിക്ചേഴ്സൊന്നും ഒട്ടിക്കാത്തത്. ഇനി നമുക്ക് 1-2 പെബിൾസ് കൂടെ അതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ പൊങ്കൽ ഹോളിഡേയ്സിന് ഞങ്ങളെല്ലാവരും കൂടെ കന്യാകുമാരി വരെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ കുറേ ഇതുപോലത്തെ ഷെൽസ്, ചിപ്പികൾ ഇതെല്ലാം അവിടെ നിന്ന് കടൽക്കരയിൽ നിന്ന് ഞാൻ കുറേ പെറുക്കിയായിരുന്നു കേട്ടോ. മോനും അവൻ്റെ അച്ചാച്ചനും ഒക്കെ കൂടെ കടലിൽ കളിച്ചപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു 2-3 മണിക്കൂർ കിട്ടി. കുറേ ഷെൽസ് ഞാൻ പെറുക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ആദ്യമായിട്ട് തന്നെ ഇവിടെ മോൻ്റെ അക്വേറിയത്തിൽ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഷെൽസ് മാത്രമല്ല കേട്ടോ, കുറച്ച് കടൽ പെൻസിലുകളും അതും ഇതുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാം കൊണ്ട് ഞാൻ നമ്മുടെ അക്വേറിയം അടിപൊളിയാക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് കവർ ചെയ്യണമല്ലോ. അവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുമല്ലേ, അതിനായിട്ടാണ് ഈ പ്ലാസ്റ്റിക് കവർ എടുത്തേക്കുന്നത്. യൂസ് ചെയ്ത പ്ലാസ്റ്റിക് കവർ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ചുളുക്കൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിതിപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് സെലോ ടാപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ച് പോർഷൻ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറിൽ വരുന്ന രീതിയിലും ബാലൻസ് അവിടെ നിൽക്കുന്ന രീതിയിലും അപ്പോഴും മാത്രമേ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളേ. മോനൊരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് അതിൻ്റെ ഒരു 1/4 ഭാഗം മടക്കി അതിൻ്റെ ബാലൻസ് പോർഷൻ കട്ട് ചെയ്ത് കളയുകയാണ്. ആ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ പ്ലെയിൻ സൈഡ് ഉണ്ടല്ലോ, അവിടോട്ടായിട്ട് മോനൊരു ഓറഞ്ച് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഒരു വശത്തായിട്ട് ഡിസൈനുള്ള കത്രിക വെച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ ഡിസൈൻ അതിൻ്റെ സൈഡിൽ കിട്ടും. അതിനായിട്ടാണ്. ഇനി നമുക്ക് ഈ കാർഡിൻ്റെ 2 എൻഡിലുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ട് ഡിസൈൻസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിത് ഇവിടെ ഒരു സിമ്പിൾ ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. ഈ ഇൻവിറ്റേഷൻ കാർഡ് റെഡിയാക്കി എടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ അക്വേറിയത്തിൻ്റെ മേൽക്കൂരയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അക്വേറിയത്തിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മേൽക്കൂര ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു അടിപൊളി മിനിയേച്ചർ അക്വേറിയം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.